1999 വിജയ് മല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനര്. അന്ന് 30 കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നാണ് അറിവ്. ദ്വാരപാലക ശില്പപാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്പുപാളി സ്വർണ്ണപ്പാളിയാക്കി മാറ്റിയത് മാധ്യമങ്ങളാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചു. 30 കിലോ പിന്നെ കുറച്ചുകൊണ്ടെന്ന് പറഞ്ഞു. 30 കിലോ കൊണ്ടെന്ന് പൊതിഞ്ഞേക്കുന്നത് എല്ലാം മൊത്തം ദ്വാരപാലകർ എല്ലാവരും സ്വർണ്ണത്തിനാണ് പൊതിഞ്ഞേക്കുന്നത്. അദ്ദേഹം തന്നെ 30 കിലോ കൊണ്ടെന്ന് പറഞ്ഞ വിജയമില്ലയും സംഗീതത്തിൻ്റെ നിന്ന് പണിയായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു പണി, പുറത്ത് പോയിട്ടില്ല, അവിടെ തന്നെ പണിയായിരുന്നു. ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്, അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. ആ ദേവസ്വം മാനുവലിൽ തന്നെ ഉണ്ടത്. ചെമ്പ് സ്വർണ്ണമായതെങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇതാദ്യം വരുമ്പോൾ എന്താ പ്രശ്നം? 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, തിരിച്ചു വന്നപ്പോൾ 38 കിലോയേ ഉള്ളൂ, 6 കിലോ സ്വർണം കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനാണ് വളരെ വ്യക്തമായി പറഞ്ഞത് അത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പുപാളിയാണ് എന്ന് പറയാൻ കാരണം അതാണ്. അവിടെ ആൾക്കാരുകൊണ്ട് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാനൊക്കത്തില്ല. എന്നുവെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് സമർപ്പണങ്ങൾ വരാറുണ്ട്. അപ്പം ആ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ ആരൊക്കെ ചെയ്തു, വിശ്വാസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഇതൊന്നും നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലോ വരുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഒരാൾ ഒരു ഓഫർ പറയുന്നു, ഓഫർ പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന് ഗുണകരമോ ദേവസ്വം ഫണ്ടിലേക്ക് മുതൽ കൂട്ടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ശരി എന്ന് പറയുന്നു. അതിനെ ഉപയോഗിച്ച് മോശത്തരം ചെയ്തിട്ടുണ്ടോ അത് പിന്നെ അന്വേഷിക്കേണ്ട ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യം. അയാളുടെ സ്വർണ്ണപ്പീഠത്തിലുള്ള ബന്ധമല്ലല്ലോ. അയാൾ അവിടെ ഈ തിരുവോണത്തിന് ഭക്ഷണം സദ്യ കൊടുക്കുന്ന ആള്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കാര്യം വന്നപ്പോൾ വാതിലിൻ്റെ കാര്യം വന്നു, അയാളൊരു വാതിൽ അവിടെ ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ബന്ധമല്ലാതെ വ്യക്തിപരമായി ഞങ്ങളുമൊക്കെ ആയിട്ട് എന്താ ബന്ധം? ഞങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധം, ഞാനുമായിട്ടൊന്നും ഒരു ബന്ധം. ഇപ്പോൾ മരാമത്ത് വകുപ്പ് ഒരു കെട്ടിടം ദേവസ്വം ബോർഡിൻ്റെ പണിയുന്നു. അപ്പോൾ അതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി കഴിഞ്ഞപ്പോൾ പറയുകയാണ് അതിനകത്ത് സിമൻറ്റ് കമ്പിയില്ലായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തം പറയാൻ പറ്റുമോ? അത് നോക്കേണ്ടത് എയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്, ഉദ്യോഗസ്ഥർക്കുണ്ട്. അവരത് ചെയ്യേണ്ടിയിരുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കട്ടെ. ഇപ്പം പരിശോധന വന്നിട്ടില്ലല്ലോ. ശബരിമല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യും. അന്ന് വലിയ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മുൻ തന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ അന്ന് 30 കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പുറത്തെടുത്ത് പറയുന്നുണ്ട്. ഒപ്പം ദ്വാരപാലക ശില്പപാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും പറയുന്നു. അതേസമയം വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം നോക്കിയാൽ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയാക്കി മാറ്റിയത് മാധ്യമങ്ങളാണ് എന്നുള്ളൊരു പഴിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. RP സനൂപ് തുടരുന്നുണ്ട്. സനൂപ്, 25 വർഷം മുമ്പ് മല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളിയാണ് എന്ന് അത് ഉറപ്പിച്ചു പറയുകയല്ലേ മുൻ തന്ത്രി? അതെ, പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും ഇതിന്റെ ഔദ്യോഗിക രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം വിജിലൻസ് എക്സിക്യൂട്ടീവ് ഓഫീസിലടക്കം വിശദമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിയെങ്കിലും അതിന്റെ ഒരു തെളിവും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ അന്നത്തെ പത്രവാർത്ത, അതേപോലെ ഈ തന്ത്രിമാർ പറഞ്ഞത്, മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപൻ അടക്കമുള്ളവർക്ക് പറയുന്നത് അത് സ്വർണ്ണപ്പാളികൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടെ പോയി? ഈ പറയുന്ന ദേവസ്വം ബോർഡ് 2019 കൊടുത്തുവിടുമ്പോൾ അതെങ്ങനെ ചെമ്പായി? അവരുടെ ഉത്തരവിൽ ചെമ്പെന്ന് കാണിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ചെമ്പാണെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്പോൺസർ അനന്തസുബ്രഹ്മണ്യം പറയുന്നു ചെമ്പാണെന്ന് പറയുന്നു. ഇത് കൊണ്ടുകൊടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം പറയുന്നു ചെമ്പാണെന്ന്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാവരും ചെമ്പെന്ന് പറയുമ്പോൾ ഈ 1998 സെപ്റ്റംബർ 8 അന്ന് ഈ പറഞ്ഞ കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്ത സ്വർണ്ണപ്പാളികളൊക്കെ എവിടെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. എന്തായാലും 1998 സെപ്റ്റംബർ മുതലുള്ള എല്ലാ കാര്യങ്ങളും
2025 വരെയുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ പൂജാ അവധിയാണ്. പൂജാ അവധി കഴിഞ്ഞ് ഹൈക്കോടതി തുറക്കുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് കോടതിയെ കാര്യങ്ങൾ അറിയിക്കും. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടും. സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ വിശദമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ പല തവണയായിട്ട് നമുക്ക് പ്രതികരണമൊക്കെ നൽകിയെങ്കിലും വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനം ഒരുപക്ഷെ നാളെ ഉണ്ടാവും. ഇന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മേൽശാന്തിമാരുടെ അഭിമുഖമൊക്കെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര്, അതേപോലെ തന്നെ മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവർ ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുക്കുന്നു. പക്ഷെ അവരാരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠര് മോഹനരാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ 1998 സെപ്റ്റംബറിൽ അന്ന് സ്വർണ്ണപ്പാളി ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ